സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. സങ്കീർത്തനം സങ്കീർത്തനം ആത്മാവിനാശ്വാസ കീർത്തനങ്ങൾ. ആലപിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിൻ ചൈതന്യം ആസ്വദിക്കാം. ആലപിക്കാം നമുക്കാരാധിക്കാം, ആത്മാവിൻ ചൈതന്യം ആസ്വദിക്കാം. ഇന്ന് നാം 70-ാം സങ്കീർത്തനമാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ സങ്കീർത്തനം വായിച്ചുകൊണ്ട് അതിൻ്റെ പഠനം നമുക്ക് സമാരംഭിക്കാം. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ താമസിക്കരുതേ. 40-ാം സങ്കീർത്തനം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ ഒരു തനി ആവർത്തനമാണ് 70-ാം സങ്കീർത്തനം. പക്ഷേ സങ്കീർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയവർ ഈ ഭാഗം ഒരു പ്രത്യേക സങ്കീർത്തനമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ദാവീദിൻ്റെ ജീവിതത്തിലെ അതിസങ്കീർണമായ ഒരു പ്രതിസന്ധിയിൽ ദൈവം തന്നെ അത്ഭുതകരമായി വിടുവിച്ച ചരിത്രങ്ങളാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്ന് അതിൻ്റെ തലക്കെട്ടിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മോറിയൽ സാംസ് ആണ്. മറക്കാനാവാത്ത ഒരനുഭവമാണ് ഇതിൻ്റെ പശ്ചാത്തലം. ആ ചരിത്ര പശ്ചാത്തലം 1 ശമൂവേലിന്റെ പുസ്തകം 23 വിവരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ദൈവം ഇടപെട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ദൈവത്താൽ പരിഹരിക്കപ്പെട്ട് അത് മുഖാന്തരം നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന നിമിഷങ്ങൾ എന്നുള്ളത് ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരു ജ്ഞാപക സങ്കീർത്തനമാണ് 70-ാം സങ്കീർത്തനം. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൈവം നമുക്ക് നിരന്തരമായി ആലോചന തരുന്ന ദൈവമാണ്. ആലോചന പറഞ്ഞു തരുന്ന ദൈവം. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു സ്ഥിരമായ ശീലം ദാവീദിന് ഉണ്ടായിരുന്നു. സിക്ലാഗ് നശിപ്പിച്ച അമാലേക്കിനെ പിന്തുടരുന്ന കാര്യത്തിൽ എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. 1 ശമൂവേൽ 30:8. പിന്നീട് ഒരിക്കൽ ഫെലിസ്ത്യർ തനിക്ക് നേരെ യുദ്ധത്തിന് വരുന്നു. അപ്പോഴും ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്ത്യരുടെ നേരെ പുറപ്പെടണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പുറപ്പെടുക, ഞാൻ ഫെലിസ്ത്യരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് യഹോവ ദാവീദിനോട് അരുളി ചെയ്തു. 2 ശമൂവേൽ 25:19. ഇനി 2 ശമൂവേൽ 5:23 ഇതേപോലെ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു. യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? ദൈവം പറഞ്ഞു, ചെല്ലുക, ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. നീ കയറ്റം കയറി ചെല്ലുമ്പോൾ ബാഖാ വൃക്ഷങ്ങളുടെ മുകളിൽ ഇലച്ചിലുകളിൽ ഒരു ശബ്ദം കേൾക്കും. യഹോവ നിനക്ക് വേണ്ടി മുന്നമേ യാത്ര ചെയ്യുന്ന ശബ്ദമാണ് അത് എന്ന് നീ അറിയും. നോക്കുക, അപ്പോൾ ജീവിതത്തിലെ പ്രതിസന്ധികളിലെല്ലാം എന്തു ചെയ്യണമെന്ന് അറിയാത്ത വേളയിൽ ദൈവമേ അവിടുന്ന് എനിക്ക് ആലോചന തരണമേ എന്ന് ദൈവത്തോട് ചോദിക്കുന്ന ശീലം ദാവീദിന് ഉണ്ടായിരുന്നു. ഇവിടെ 1 ശമൂവേലിന്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ദാവീദ് ദൈവത്തോട് 4 പ്രാവശ്യം ആലോചന ചോദിക്കുന്നതായി നാം കാണുകയാണ്. ഓരോന്നായി പറയാം. കെയില എന്ന ഗ്രാമത്തെ ഫെലിസ്ത്യർ ആക്രമിച്ചു. കെയില എന്ന് പറയുന്നത് ഒരു യഹൂദ പട്ടണമാണ്. യോശുവയുടെ പുസ്തകം 15:44, നെഹമ്യാവ് 3:17. യഹൂദിയുടെ രാജാവ് എന്ന് പറയുന്നത് ശൗലാണ്.
തൻ്റെ രാജ്യത്തുള്ള ഒരു പട്ടണത്തെ ശത്രു ആക്രമിക്കുമ്പോൾ ചെന്ന് പ്രതിരോധിച്ച നാടിനെ രക്ഷിക്കേണ്ടുന്ന ചുമതല രാജ്യത്തെ രാജാവിനാണ്. ശൗലാണത് ചെയ്യേണ്ടത്. ദാവീദാവട്ടെ ശൗലിനെ ഭയന്ന് മരുഭൂമിയിലൂടെ ഓടി നടക്കുകയാണ്. അപ്പോഴാണ് ഒരു യഹൂദ്യ പട്ടണത്തെ ഫെലിസ്ത്യർ ആക്രമിക്കുന്നു എന്നറിഞ്ഞത്. താൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, താൻ ചെന്ന് ആ ഫെലിസ്ത്യരെ ഓടിച്ച് കെയിലെ രക്ഷിക്കണമോ? വാക്യം 2. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരുടെ നേരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, നീ ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. കണ്ടോ? അപ്പം ദൈവം തനിക്ക് ഒന്നാമത് ആലോചന നൽകുന്നു. 2, തൻ്റെ കൂടെയുള്ളവർ, കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, അങ്ങനെ ഏതാണ്ട് ഒരു 600ഓളം പേരിപ്പോൾ ദാവീദിൻ്റെ കൂടെയുണ്ട്. കൂടെയുള്ളവർ ദാവീദിനോട് പറഞ്ഞു, നാം തന്നെ ഇവിടെ ഭയപ്പെട്ട് കഴിയുകയാണ്. നമ്മൾ ഇപ്പോൾ കെയിലേക്ക് നേരെ ചെല്ലേണ്ടതുണ്ടോ? നമ്മളതിന് പോകേണ്ടതുണ്ടോ? ശൗൽ വന്ന് ആ കാര്യം ചെയ്യട്ടെ. അപ്പോൾ കൂടെയുള്ളവർ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ദാവീദ് പിന്നെയും ദൈവത്തോട് ചോദിച്ചു. വാക്യം 4, ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റ് കെയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം ആലോചന നൽകുകയാണ്. 3-ാമത്തെ സംഭവം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. താൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇതറിഞ്ഞിട്ട് ശൗല് വന്ന് ഫെലിസ്ത്യരെ ആക്രമിക്കേണ്ടതിന് പകരം എന്നെ പിടിക്കുമോ എന്ന ഭയമാണ് ദാവീദിനെ ഇപ്പോൾ അലട്ടുന്നത്. അതുകൊണ്ട് താൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ശൗൽ വരുമോ? ദൈവം ആലോചന നൽകുന്നു. യഹോവേ, അടിയനെ അറിയിക്കണമേ, അവൻ വരും എന്ന് യഹോവ അരുളി ചെയ്തു. വാക്യം 11. നോക്കിക്കേ. അപ്പം ദൈവം 3-ാമത്തെ പ്രാവശ്യം ദാവീദിന് ആലോചന നൽകുകയാണ്. 4-ാമത്തെ സംഭവം, ഈ കെയിലക്കാർ ദാവീദിന് പിന്നീട് ഒരു കെണിയായി മാറുകയാണ്. കെയിലെ രക്ഷിക്കേണ്ടത് ശൗലാണ്, പക്ഷേ ഇപ്പം ദാവീദാണ് രക്ഷിച്ചത്. ശൗൽ അവിടേക്ക് വരുന്നു. ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ കെയിലക്കാർ എന്നെ പിടിച്ചു കെട്ടി ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? ദൈവം പറഞ്ഞു, അതെ, അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. 4-ാമത്തെ ആലോചനയാണ്. വാക്യം 12. നോക്കൂ, നിരന്തരമായി ദൈവം അവന് ആലോചന നൽകുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഓരോരോ സന്ദർഭത്തിലും എന്തു ചെയ്യുമെന്നറിയാതെ കുഴയുന്ന വേളയിൽ, ദൈവമേ, അവിടുന്ന് എനിക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരണമേ, ഞാൻ പോകേണ്ടുന്ന വഴി കാണിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ദൈവം തൻ്റെ ആലോചനയാൽ നമ്മെ നടത്താൻ ഇടവരും. ഏതെങ്കിലും രീതിയിൽ ദൈവം അക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അരുളപ്പാട് തരും. ഒന്നുകിൽ ഒരു ദർശനത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു ദൈവവചനത്തിലൂടെ ആവാം, അല്ലെങ്കിൽ ഒരു ദൈവദാസനിലൂടെയുള്ള പ്രവചന ദൂതിലൂടെ ആവാം, അതുമല്ലെങ്കിൽ വിശുദ്ധ വചനത്തിലൂടെ ആവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ കൂടെ ആവാം. ഒരു കാര്യം സത്യമാണ്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കൃത്യമായി ഉത്തരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. 70-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ പ്രധാന ചിന്ത, ദൈവം നമ്മെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ഏൽപ്പിക്കുന്നു എന്നുള്ളത് സ്വയമായ കാര്യമാണ്, ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് വേറൊരാൾ ചെയ്യുന്ന കാര്യമാണ്. ഈ അധ്യായത്തിൽ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന പദം ഏതാണ്ട് 4 പ്രാവശ്യം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 1, ദുരാഗ്രഹിയായ ശൗലിൻ്റെ കണക്കൂട്ടലാണ്. 7-ാം വാക്യം, ദാവീദ് കെയിലിൽ വന്നിരിക്കുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും ഓടാമ്പലും ഉള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നു എന്ന് ശൗൽ പറഞ്ഞു. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കൽ 1-ാമത്തെ പദം ശൗലിൻ്റെ കണക്കൂട്ടലാണ്. ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ശത്രു വെറുതെ അങ്ങ് വ്യാമോഹിച്ച് പറയുകയാണ്. 2-ാമത്തെ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന പദം കെയിലക്കാരാണ്. ദാവീദിൻ്റെ നിമിത്തം ശൗൽ വന്ന് ഇപ്പം ഞങ്ങളെയും കൂടെ നശിപ്പിക്കുമെന്ന് കെയിലക്കാർ ഭയപ്പെട്ടു. കാരണം ശൗലിനെ ഭയന്നാണ് ദാവീദ് ഓടി നടക്കുന്നത്. ദാവീദിനെ പിടിക്കുക എന്നുള്ളതാണ് ശൗലിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഇവിടെ വരുമ്പോൾ ദാവീദ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ ആ ശൗല് ഞങ്ങളെ കൂടെ നശിപ്പിച്ച് കളയും. അവരെന്ത് ചെയ്യും? ജീവരക്ഷയ്ക്ക് വേണ്ടി എന്നെ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് താൻ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. 12-ാമത്തെ വാക്യം, കെയിലക്കാരിപ്പോൾ തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയാണ്. ദാവീദിനെ തള്ളിക്കളയാനും വയ്യ, കൈക്കൊള്ളാനും വയ്യ. അതുകൊണ്ട് അവരൊരു രഹസ്യമായ കരുനീക്കം നടത്തി. ശൗല് വരികയാണെങ്കിൽ പിടിച്ചിവനെ ശൗലിൻ്റെ കയ്യിൽ കൊടുത്ത് ഞങ്ങളുടെ
ജീവൻ രക്ഷിക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ രഹസ്യ നീക്കവും ദൈവം അറിഞ്ഞു. 12-ാമത്തെ വാക്യം, ദാവീദ് പിന്നെയും കെയില പൗരന്മാരെയും എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്നരുളി ചെയ്തു. അപ്പോൾ ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന മറ്റൊരു പദം നാം അവിടെ കാണുകയാണ്. അവിടുന്ന് ദാവീദ് ഓടിപ്പോയി സീഫ് എന്ന ഒരു സ്ഥലത്ത് പോയി താമസിച്ചു. അവിടുത്തുകാർ ദാവീദിനെ കണ്ടുപിടിച്ചു. അവർ ചെന്ന് ശൗലിനോട് പറഞ്ഞു, രാജാവേ, തിരുമനസ് പോലെ വന്നുകൊള്ളണം, അവനെ പിടിച്ച് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. വാക്യം 20, ആകയാൽ രാജാവേ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളണം, അവനെ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. അപ്പോൾ ഇവർ പറഞ്ഞേക്കാണ്, ഞങ്ങൾ ഗ്യാരണ്ടിയാണ്, അവൻ ഇവിടെ അടുത്തിരിപ്പുണ്ട്, പിടിച്ചു കെട്ടി അവനെ രാജാവിൻ്റെ കയ്യിൽ തരാൻ. ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന 3-ാമത്തെ പദം അവിടെ നാം കാണുകയാണ്. എന്നാൽ 14-ാമത്തെ വാക്യമാണ് നമ്മുടെ ചിന്താവിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയം. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു, സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു, എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. ഇക്കാലമൊക്കെയും ശൗൽ ദാവീദിനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങളെ, ശൗലിന് മാത്രമേ ദാവീദിനെ കണ്ടുപിടിക്കാൻ കഴിയാതെ പോയുള്ളൂ. വേറെ എത്രയോ പേർ ദാവീദിനെ കണ്ടുമുട്ടുന്നുണ്ട്. അബ്യാഥാർ പുരോഹിതൻ ചെന്ന് ദാവീദിനോട് സംസാരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അഹീമലേക്ക് ദാവീദിനോട് സംസാരിക്കുന്നുണ്ടല്ലോ. സ്വന്തം അളിയനായ യോനാഥാൻ കാട്ടിൽ ചെന്ന് ദാവീദിനോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവർക്കൊക്കെ ദാവീദിനെ കണ്ടുപിടിക്കാനും സംസാരിക്കാനും പറ്റി. ശൗലിന് മാത്രം സാധിച്ചില്ല. എന്താ കാര്യം? ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇക്കാലമൊക്കെയും എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനൊന്ന് വിവരിക്കട്ടെ. ശൗലിനെ ഇസ്രായേൽ മക്കൾക്ക് 40 ആണ്ടേക്ക് കൊടുത്തു എന്ന് ഒരു ഭാഗത്തും 2 വർഷം അവൻ ഭരിച്ചു എന്ന് വേറൊരു ഭാഗത്തും വായിക്കുന്നുണ്ട്. ഇവ തമ്മിൽ വൈരുദ്ധ്യമല്ല. ആദ്യം ബൈബിളിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13:21. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിൻ്റെ മകൻ ശൗലിനെ 40 ആണ്ടേക്ക് കൊടുത്തു. എന്നാൽ 1 ശമൂവേൽ 13:1 അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു എന്ന് വായിക്കുകയാണ്. 40 വർഷത്തേക്കാണ് കൊടുത്തത്, 2 വർഷമേ വാണുള്ളത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവൻ 40 വർഷവും ഭരിച്ചു എന്നുള്ളത് സത്യമാണ്. അഭിഷേകത്തോടുകൂടെ ഇവൻ 2 വർഷമേ ഭരിച്ചുള്ളൂ. തുടർന്നുള്ള 38 വർഷവും രാജ്യഭാരം വഹിച്ചെങ്കിലും അവനെ ദുരാത്മാവ് ഭരിക്കുന്ന കാലഘട്ടമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ വിട്ടുപോയി. ദൈവം അനുവദിച്ചിട്ടൊരു ദുരാത്മാവ് അവനെ ഭരിച്ചു. ആ ദുരാത്മബാധിതനായിരുന്ന കാലത്തൊക്കെയും ശൗൽ ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഉറഞ്ഞുതുള്ളിക്കൊണ്ട് നടന്നു. ശൗലിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കുന്തമുണ്ടായിരുന്നു. ആ കുന്തം വെച്ച് ദാവീദിനെ മതിലിനോട് ചേർത്ത് കുത്താൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇക്കാലമൊക്കെയും ശൗൽ ദാവീദിനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു, എങ്കിലും ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഇക്കാലമൊക്കെയും അതിന് വേറൊരു വിശദീകരണം കൂടെ പറയണം. ദാവീദ് രാജാവാകുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഗോലിയാത്തിനെ എതിരിടുന്നത് യൗവന പ്രായത്തിലാണ്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, നീ ബാലനത്രേ, അവനോ ഗോലിയാത്തോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു. അപ്പോൾ ബാലകനായിരിക്കുന്ന സമയത്താണ് ദാവീദ് ഗോലിയാത്തിനെ കൊല്ലുന്നത്. താൻ രാജാവാകുന്നത്, ശൗലിൻ്റെ മരണശേഷം രാജാവാകുന്നത് 30-ാമത്തെ വയസ്സിൽ. നോക്കൂ, ആ നല്ല ടീനേജ് പ്രായത്തിൽ അല്ലെങ്കിൽ നല്ല യൗവന പ്രായത്തിലാണ് ശൗൽ ദാവീദിനെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇക്കാലമൊക്കെയും ശൗൽ ദാവീദിനെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു, എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തില്ല. ഈ വചനം കേൾക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പ് വരാൻ ഇടവരട്ടെ. ദൈവം അനുവദിക്കാതെ നിങ്ങളുടെ തലയിലെ മുടി പോലും പൊഴിയുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരു ശത്രുവിനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും
ഫലിക്കുകയില്ല. ശത്രുക്കൾ കാൺകെ ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പ്രധാന ചിന്ത, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അല്പം ചരിത്രം പറയേണ്ടതായിട്ടുണ്ട്. ശൗൽ ഇങ്ങനെ ദാവീദിനെ തെരഞ്ഞു നടക്കുകയാണ്. ഓരോ പ്രാവശ്യവും അത്ഭുതകരമായി താൻ രക്ഷപ്പെട്ടുകൊണ്ടുപോയിക്കുന്നു. ഒടുവിൽ ആവോൻ മരുഭൂമിയിലെ സേല എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ശൗൽ ഏതാണ്ട് 3000-ഓളം പട്ടാളത്തെയും കൂട്ടി ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി വന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകാൻ ദാവീദ് ബന്ധപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. എന്താ കാര്യം? 3000-ഓളം പട്ടാളം വന്ന് ദാവീദ് ഒളിച്ചു താമസിക്കുന്ന ആ മല വളഞ്ഞു. ഇതിനു മുമ്പ് ദാവീദ് രക്ഷപ്പെട്ട ചില വേളകൾ നോക്കണം. ഒന്ന്, ഗുഹയിൽ കയറി ഒളിച്ചിട്ടുണ്ട്. ഹക്കീല കുന്നിലെ ഗുഹയിൽ, കാട്ടാട്ടിൻ പാറയിലെ ഗുഹയിൽ, അതുല്ലാം ഗുഹയിൽ ഒക്കെ ഒളിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട്. വേറെ ചില വേളകളിൽ ശൗലിനും കൂട്ടർക്കും ദൈവം കഠിനമായ നിദ്ര നൽകി ഭക്തനെ വിടുവിച്ചിട്ടുണ്ട്. ആ സംഭവം തിരുവെഴുത്തിലുണ്ട്. 1 ശമൂവേൽ 26:12. ശൗൽ സൈന്യവുമായി വന്ന് കാട്ടിൽ കിടന്നുറങ്ങുകയാണ്. 3000 പട്ടാളം ചുറ്റും വളഞ്ഞിട്ടുണ്ട്. അബ്നേർ എന്ന സൈന്യാധിപൻ തൊട്ടടുത്തുണ്ട്. ദാവീദ് ദൂരത്തിരുന്നു കൊണ്ട് ഇത് കണ്ടു. ദാവീദും ദാവീദിൻ്റെ സൈന്യാധിപനായ അബീശായിയും കൂടെ ചെന്ന് ഈ പട്ടാളക്കാർ കിടക്കുന്നതിൻ്റെ നടുവിൽ കിടന്നുറങ്ങുന്ന ശൗലിൻ്റെ തലക്കലിരിക്കുന്ന കുന്തവും വെള്ളം കുടിക്കുന്ന മൊന്തയും എടുത്തുകൊണ്ട് പോന്നു. തിരുവെഴുത്തിൽ വായിക്കുകയാണ്, ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, ആരും ഉണർന്നില്ല. യഹോവയാൽ ഒരു ഗാഢനിദ്ര അവരുടെ മേൽ വീണിരുന്നു. എന്നാൽ ഇപ്പോൾ ശത്രുവിന് ഉറക്കം വരില്ല, ഗാഢനിദ്ര വരില്ല. ഒളിക്കാൻ ഗുഹയില്ല, അവർക്ക് ഉറക്കം വരില്ല, കണ്ണു വെട്ടിച്ചോടാൻ അവസരമില്ല. പഴുതില്ലാത്ത രീതിയിൽ ദാവീദ് ഇപ്പോൾ കഷ്ടത്തിൻ്റെ കോട്ടയിൽ അകപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച വാക്കാണ് നാം വായിച്ച 1-ാമത്തെ വാക്യം. ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. അവസാന വാക്യം, യഹോവേ താമസിക്കരുതേ. കാരണം രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. ഈ സൈന്യം പിന്നാലെ കയറി വരികയാണ്. അവർ ഇങ്ങനെ ആരവാരം മുഴക്കിക്കൊണ്ട് വരുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് അതിൻ്റെ 3-ാമത്തെ വാക്യം, നന്നായി നന്നായി എന്ന് പറയുന്നവർ. എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ കണ്ണുവെട്ടി ചോടാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായി, ഇപ്രാവശ്യം നീ രക്ഷപ്പെടുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരികയാണ്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ്. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? യഹോവേ എൻ്റെ അടുക്കൽ വേഗം വരണം, താമസിക്കരുത്. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉടനെ ഒരു പട്ടാളക്കാരൻ ഓടിക്കിതച്ച് ശൗലിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, രാജാവേ ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ടിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ഹലോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത്രയും തൊട്ടടുത്ത് വന്നതല്ലേ, തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞ പോലെ കൈ കിട്ടിയതല്ലേ, മലമുകളിൽ കയറി വന്നതല്ലേ, ശൗലിന് ദാവീദിനെ പിടിക്കാൻ തൊട്ടടുത്ത് കിട്ടിയതല്ലേ. അപ്പോഴല്ലേ ഈ പട്ടാളം വന്നത്. ഫെലിസ്ത്യർ അവിടെ നിൽക്കട്ടെ, ഇവനെ പിടിച്ചിട്ടാകട്ടെ എന്ന് പറയാമായിരുന്നല്ലോ. പക്ഷെ തിരുവെഴുത്തിൽ വായിക്കുകയാണ്, ഉടനെ പട്ടാളക്കാരൻ പറഞ്ഞു ക്ഷണം വരണം. ദാവീദ് എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ എൻ്റെ അടുക്കൽ വേഗം വരണം, താമസിക്കരുത്. ഭക്തൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവം അവന് വേണ്ടി അത്ഭുതം ചെയ്തു. അവൻ്റെ ചങ്കുരുകിയ വേളയിൽ, ശൗൽ തന്നോട് അടുത്ത വേളയിൽ ഒരുപക്ഷെ ദൈവം ഫെലിസ്ത്യരെ ഇളക്കി വിട്ടതാവാം. ഫെലിസ്ത്യർ രാജധാനി ആക്രമിച്ചപ്പോൾ അവരോട് എതിരിടാൻ ശൗൽ മടങ്ങിപ്പോയി. അത്ഭുതകരമായി ദൈവം തൻ്റെ ഭക്തനെ വിടുവിക്കുന്നു. ഒരു പാട്ടുണ്ട്, കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടാൻ പഴുതില്ലാതെ അകത്തും പുറത്തും പീഡകൾ വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക. നമുക്കും പാടി ദൈവത്തെ സ്തുതിക്കാൻ കഴിയും. ജീവിതത്തിലെ എത്രയെത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതം തകർന്നു, നമ്മുടെ ശുശ്രൂഷ അവസാനിച്ചു, ഇനി ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല എന്ന് നിർണയിച്ച വേളകളിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നമ്മെ വിടുവിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ സ്നേഹമോർത്താൽ, ദൈവത്തിൻ്റെ കരുണയും കരുതലും ഓർത്താൽ നമുക്കടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. 10,000 സ്തുതി സ്തോത്രയാഗം അർപ്പിച്ചാലും നമുക്ക് തൃപ്തി വരികയില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? എൻ്റെ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10:13 കർത്താവ് വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ പരീക്ഷ അവൻ അനുവദിക്കുകയില്ല, പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും തരും. സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ അവൻ്റെ പക്കലുണ്ട്. പോക്കുവഴി തരുന്ന ദൈവം, നീക്കുപോക്ക് തരുന്ന ദൈവം, ഉദ്ധാരണങ്ങളുടെ ദൈവം, നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ദൈവം, പ്രതിസന്ധികളിൽ അത്ഭുതകരമായ വഴികൾ തുറന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുകയാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേൻ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യങ്ങളാകുന്നു, എങ്കിലും എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 40-ാം സങ്കീർത്തനത്തിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ തനി ആവർത്തനമാണ് 70-ാം സങ്കീർത്തനം. എന്നാൽ 70-ാം സങ്കീർത്തനത്തിൽ ഇല്ലാത്തൊരു വാക്യം 40-ാം സങ്കീർത്തനത്തിലുണ്ട്. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. 70-ാം സങ്കീർത്തനം 5-ാം വാക്യം: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ എന്നാണ്. എന്നാൽ 40-17 ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, എൻ്റെ ദൈവമേ താമസിക്കരുതേ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. ഈ 2 വാചകവും വിവരിക്കേണ്ടതാണ്. ദാവീദ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താ? ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ദാവീദ് ശൗലിനോട് സംസാരിക്കുമ്പോഴും അതേ പദം പറയുന്നുണ്ട്. രാജാവ് ആരെയാണ് തിരക്കി ഇറങ്ങിയിരിക്കുന്നത്? ഒരു ഒറ്റ ചെള്ളിനെ അല്ലയോ? 1 ശമൂവേൽ 26:20. ആരെ തേടിയാകുന്നു ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാകുന്നു പിന്തുടരുന്നത്? ഒരു ചത്ത നായെ, ഒരു ചെള്ളിനെ അല്ലയോ? 1 ശമൂവേൽ 24:14. ഒരുത്തൻ പർവ്വതത്തിൽ ഒരു കാട്ടുകോഴിയെ തേടുന്നത് പോലെ ഇസ്രായേൽ രാജാവ് ഒരു ഒറ്റ ചെള്ളിനെ തിരഞ്ഞു പുറപ്പെട്ടിരിക്കുന്നു. 1 ശമൂവേൽ 26:20. ഉണ്ടോ? ദാവീദ് തന്നെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഞാനൊരു കാട്ടുകോഴിയാണ്, ഒരു ചത്ത നായയാണ്, ഒരു ചെള്ളാണ്. പ്രൈസല്ലോ, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ഇവിടെ ഒരു താരതമ്യം നമുക്ക് കാണാൻ കഴിയും. ദാവീദും ശത്രുക്കളും തമ്മിലുള്ള താരതമ്യമാണ്. ദാവീദിനെതിരെ വന്നിരിക്കുന്നവരെ കുറിച്ച് പറയുന്ന പദങ്ങൾ: പ്രാണഹാനി വരുത്താൻ നോക്കുന്നവർ, എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ, നന്നായി നന്നായി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവർ. എന്നാൽ ദാവീദ് ദൈവത്തോട് പറയുന്നത്: സഹായിപ്പാൻ വരണമേ, വേഗം വരണമേ, നിന്നെ അന്വേഷിക്കുന്നവർ, നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നവർ, നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനും ദൈവം മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. പ്രൈസലോ എന്ന് പറഞ്ഞാൽ തൻ്റെ ശത്രുക്കൾ വലിയവരാണ്, പക്ഷേ തൻ്റെ ദൈവം വലിയവനാണ് എന്ന് താൻ വിളിച്ചു പറയുന്നു. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ എന്ന് ദാവീദ് പറയുന്നു. പക്ഷെ അവർക്ക് എന്ത് സംഭവിക്കും? അവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കും. എന്നാൽ ദാവീദ് ദൈവത്തിൽ സന്തോഷിക്കുന്നു. അവനെന്ത് സംഭവിക്കും? ദൈവം മഹത്വമുള്ളവനെന്ന് അവൻ എപ്പോഴും പറയും. വാക്യം 4, കർത്താവിൻ്റെ സ്തോത്രം. ഞാനോ എളിവനും ദരിദ്രനുമാകുന്നു. അടുത്ത പദം: എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ച് വിചാരിക്കാൻ ആരുമില്ലായിരിക്കാം, പക്ഷേ നമ്മെക്കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ശിഷ്യന്മാരൊരിക്കൽ കടലക്കരയ്ക്ക് പോവുകയാണ്. ഭയങ്കര കടൽക്ഷോഭമുണ്ടായി. കാറ്റോ പ്രതികൂലമായി അടിച്ചുകൊണ്ടിരുന്നു. പടക് തിരകളാൽ മുങ്ങുമാറായി. പടകോ കരവിട്ട് പല നാഴിക ദൂരത്താണ്. രാത്രിയിലെ 4-ാമത്തെ യാമമാണ്. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലാത്ത വേളയിൽ അവരെ അക്കരയ്ക്ക് പറഞ്ഞയച്ച അരുമനാഥൻ ആ തിരമാലകൾക്ക് മീതെ നടന്ന് ആ രാത്രിയിലെ 4-ാമത്തെ യാമത്തിൽ അവരുടെ അടുക്കലേക്ക് വന്നതുപോലെ, സഹോദര സഹോദരി, നിൻ്റെ പ്രതിസന്ധിയുടെ വേളയിൽ നീ നിലവിളിക്കുമ്പോൾ നിൻ്റെ അരുമനാഥൻ നിൻ്റെ അടുക്കലേക്ക് സഹായത്തിൻ്റെ കരവുമായി കടന്നു വരും. ദാവീദ് ഇവിടെ എന്താണോ പ്രാർത്ഥിച്ചത്, എൻ്റെ അടുക്കൽ വേഗം വരണമേ, താമസിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ദൈവം അവന് വേണ്ടി അത്ഭുതകരമായ വഴി തുറന്ന് വേഗം വന്ന്
അവനെ വിടുവിക്കുന്നതായി നാം വായിക്കുന്നു. തിരുവെഴുത്തിലെ വാക്യം വീണ്ടും ഞാൻ ഉദ്ധരിക്കട്ടെ. പട്ടാളക്കാരൻ ഇങ്ങനെയാണ് വന്നത്, ക്ഷണം വരണം. ശൗൽ ഉടനെ ദാവീദിനെ പിന്തുടരുന്നത് വിട്ടിട്ട് ഫിലിസ്ത്യരുടെ നേരെ പോയി. പ്രതീക്ഷയ്ക്ക് വകയില്ലായിരിക്കാം, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി നീ വിചാരിക്കാത്ത ഒരു പുതുവഴി തുറക്കും. കാരണം അവന് നിന്നെക്കുറിച്ച് വിചാരമുണ്ട്. യെശയ്യാപ്രവചനം 25:4-8 ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവനൊരു ദുർഗവും ദരിദ്രൻ അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. 46 സങ്കീർത്തനം 1 ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവിന് മഹത്വം. എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത്. ഗെത്സമനയിൽ യേശു ക്രിസ്തുവും അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചത്? എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാകട്ടെന്ന് ദൈവം യേശുവിനെ സഹായിച്ചില്ലേ? ഇബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്നു, യേശുവും തൻ്റെ ഐഹിക കാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അഭയാചനയോടും കൂടെ പ്രാർത്ഥിച്ചു. പിതാവായ ദൈവം യേശു കർത്താവിന് ഉത്തരം നൽകി. ഒരു ദൂതനെ അയച്ച് കർത്താവിനെ അവിടെ ശക്തീകരിച്ചു. കർത്താവിന് മഹത്വം. 70 സങ്കീർത്തനമാണ് ഇന്ന് നാം പഠിച്ചത്. 40 സങ്കീർത്തനം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളുടെ ഒരു തനിയാവർത്തനമാണ്. എങ്കിലും ദാവീദിൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ, ജ്ഞാപകമായ, മറക്കാനാവാത്ത ഒരു സംഭവമായതുകൊണ്ട് ഈ സംഭവം പ്രത്യേക ഒരു സങ്കീർത്തനമായി തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് നാം ഇതിൽ കണ്ടത്. 1, നിരന്തരമായി ആലോചന തരുന്ന ദൈവം. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും അവൻ ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നമ്മുടെ പഠന ഭാഗമായിരിക്കുന്ന 1 ശമൂവേൽ 23 തന്നെ 4 പ്രാവശ്യം അവൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നതായി നാം കണ്ടു. 2, ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല എന്നാണ്. ഏൽപ്പിച്ചു കൊടുക്കൽ എന്ന പദം 4 പ്രാവശ്യം നാം കണ്ടു. ശൗലിൻ്റെ കണക്കൂട്ടൽ ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കെയിലക്കാർ ജീവരക്ഷയ്ക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരുമ്പെട്ടു. സീഫിയർ അവനെ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് ഗ്യാരണ്ടി പറയുകയാണ്. എന്നാൽ 14 വാക്യം, ഇക്കാലമൊക്കെയും ശൗൽ ദാവീദിനെ അന്വേഷിച്ച് നടന്നു, എങ്കിലും ദൈവം അവനെ ഏൽപ്പിച്ചു കൊടുത്തില്ല. യൗവന പ്രായത്തിലാണ് ദാവീദ് കഷ്ടത മുഴുവൻ സഹിച്ചത്. 40 വർഷത്തേക്കാണ് ശൗലിനെ തെരഞ്ഞെടുത്തതെങ്കിലും അഭിഷേകത്തോടെ അവൻ 2 വർഷമേ ഭരിച്ചുള്ളൂ. ബാക്കിയുള്ള കാലഘട്ടം അവൻ ദുരാത്മബാധിതനായി നടക്കുകയായിരുന്നു. ഈ ദുരാത്മബാധിതനായി നടന്ന കാലമെല്ലാം ദാവീദിനെ കൊല്ലാൻ അവൻ ശ്രമിച്ചെങ്കിലും ദൈവം അത്ഭുതകരമായി ദാവീദിനെ വിടുവിച്ചു. 3, പ്രാർത്ഥിച്ചതുപോലെ സംഭവിച്ചു. രക്ഷപ്പെടാൻ ഒളിക്കാൻ ഗുഹയില്ല, ശത്രുവിന് ഗാഠനിദ്ര വരില്ല. അവർ ആ മല വളഞ്ഞു, ദാവീദിനെ പിടിക്കാൻ അടുത്തു. അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരണം, താമസിക്കരുതെന്ന്. ഉടനെ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ക്ഷണം വരണം, ഫെലിസ്ത്യർ രാജധാനി ആക്രമിച്ചിരിക്കുന്നു. ഉടനെ ശൗൽ മടങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. രക്ഷയ്ക്ക് വഴിയില്ലാത്ത സന്ദർഭത്തിൽ സഹോദര, നിനക്ക് വേണ്ടി ഒരു പുതുവഴി, അത്ഭുതകരമായൊരു വഴി തുറന്നു തരാൻ കർത്താവിന് കഴിയും. യേശുവിനോട് പ്രാർത്ഥിക്കുമോ, ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പുതിയ വഴിത്താരകൾ തുറന്നു തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. ശബ്ദം പിൻപിൽ കെട്ടിടും സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും